എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓപ്ഷൻസ് ഇല്ല, അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കൂ. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കൂ കേട്ടോ. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. തൊഴിൽ വാർത്തയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗം ഏതാണ്? അക്ഷാസ്ഥികൂടമാണ്. അക്ഷാസ്ഥികൂടം. ഓക്കെ, അക്ഷാസ്ഥികൂടം. രണ്ടാമത്തെ ചോദ്യം, അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ആ ചരട് പോലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്നായുക്കൾ എന്ന് പറയുന്നത്. എൻ്റെ എഴുത്തിൻ്റെ വൃത്തി നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കിട്ടുമല്ലോ. കാരണം ഞാൻ ആൻസേഴ്സ് എല്ലാം ഇതിനകത്തുനിന്ന് എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആൻസർ കാണാൻ കഴിയാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേരെന്ത്? അപ്പം നേരത്തെ ചോദിച്ചത് എന്താണ്? അസ്ഥികളെ പരസ്പരം ചേർത്ത് നിർത്തുന്നതാണ് സ്നായുക്കൾ. പക്ഷെ ഇപ്പം എന്താ വ്യത്യാസം? അസ്ഥികളെയും പേശികളെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരായി നമ്മുടെ ആൻസർ? ടെൻഡനുകൾ. എന്താണ്? ടെൻഡനുകളാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓക്കെ, ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ് അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല ഏതാണ്? ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അസ്ഥി. അസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല. അടുത്ത ചോദ്യം, കാൽസ്യത്തിൻ്റെ കുറവ്, വിറ്റാമിൻ ഡിയുടെ കുറവ് തുടങ്ങിയവ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന രോഗാവസ്ഥ. ഇതൊക്കെ SCERTയിലുള്ള സെയിം സാധനങ്ങളാണ്. എന്താണ് ഒടിവ് സംഭവിക്കുന്നത്? ഏതിനാണ്? ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് ആണ് ആൻസർ കേട്ടോ. ഒടിവ് സംഭവിക്കുകയാണ് കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ ഡിയുടെയൊക്കെ അഭാവം കാരണം. അടുത്ത ചോദ്യം, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി. അപ്പോൾ എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? കീലസന്ധിയാണ്. കീലസന്ധി. ഓക്കെ, കഴുത്തിൻ്റെ അവിടെ വരുന്നത് ഏതാണ്? കീലസന്ധിയാണ്. അപ്പോൾ ഇരുദിശകളിലേക്ക് ഇങ്ങനെ തിരിയാൻ കഴിയുന്നുണ്ട്. തലയോട്ടിയിലെ ആകെ അസ്ഥികൾ എത്രയാണ്? തലയോട്ടിയിലെ ആകെ അസ്ഥികൾ 22 ചിലപ്പോൾ നിങ്ങൾക്ക് 29 എന്ന് കാണാം. 29ഉം ശരി തന്നെയാണ്. അപ്പം 22 ഓപ്ഷനിലുണ്ടെങ്കിൽ അതും ശരിയാണ്. അപ്പം എങ്ങനെയാണ് വരുന്നത് നോക്കുക. കാരണം തലയോട്ടിയിലെ ആകെ അസ്ഥികൾ 22 എന്ന് പറഞ്ഞാലും അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ചിലർ 29 എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതായത് കപാലം, മുഖത്തെ അത്, പിന്നെ ചെവി, കീഴ്ത്താടി, അല്ല അതെല്ലാം ചേർന്നിട്ടാണല്ലോ. അപ്പം നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ 29 എന്ന് കിട്ടും. കപാലം കൂട്ടാതെ ആണെന്ന് തോന്നുന്നു 22 വരുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും അത് നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കാം. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് ഏതാണ്? അതെ, കീഴ്ത്താടിയെല്ലാണ്. ഏതാണ്? കീഴ്ത്താടിയെല്ലാണ് ഏറ്റവും ശക്തി കൂടിയത്. അടുത്ത ചോദ്യം, സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് ചോദിച്ചത്. അപ്പോൾ സന്ധികൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ സ്ഥലത്ത് ഒരു ദ്രവമുണ്ട്. അതേതാണ്? നമ്മുടെ സൈനോവിയൽ ദ്രവമാണ്. സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ സൈനോവിയൽ ദ്രവം. ഓക്കെ, അടുത്തത്, ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ കുറയാണോ കൂടുകയാണോ എന്നാണ് പറയേണ്ടത്. എന്താ ചെയ്യുക? കുറയുന്നു. എന്താണ്? എല്ലുകളുടെ എണ്ണം കുറയുന്നു. അടുത്തത്, റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? റേഡിയസ്, അൾന ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? കയ്യിലാണ് കാണപ്പെടുന്നത് അല്ലേ? അടുത്ത ചോദ്യം, നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി.
നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി ആക്സിസ് ആണ്. ആക്സിസ്. ഓക്കെ, ആക്സിസ്. ഇനി മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത്. മൂക്ക്, അതേപോലെ ചെവി, അവിടെയൊക്കെ കാണപ്പെടുന്ന ആ മൃദുവായ അസ്ഥിനെ നമ്മൾ എന്ത് പറയും? അതെ, തരുണാസ്ഥി. തരുണാസ്ഥി ഇമ്പോർട്ടൻ്റ് ആണ്. തരുണാസ്ഥികൾ എന്നാണ് നമ്മൾ പറയുന്നത്. തരുണാസ്ഥി. അടുത്ത ചോദ്യം, മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം. മധ്യകർണത്തിൽ എത്ര അസ്ഥികളുണ്ട്? 3 അസ്ഥികളാണ് ഉള്ളത്. അടുത്തത്, നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി. അത് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടു. ഏതാണ്? കീലസന്ധിയാണ് ആൻസർ. കീലസന്ധി. ശരി, അടുത്ത ചോദ്യം, കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി ഏതാണ്? കൈമുട്ട്, കാൽമുട്ടിൽ കാണപ്പെടുന്നത് വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി. അടുത്തത്, താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം. താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമൂലമാണ്. ദന്തമൂലം. ഓക്കെ, ദന്തമൂലം. അടുത്തത്, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഇത് തെറ്റിക്കരുത്, ജീവൻ ഉള്ള കലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഡെൻഡെയിൻ ആണ്. ഡെൻഡെയിൻ. ജീവൻ ഉള്ള കല ഡെൻഡെയിൻ. ഓക്കെ. പല്ലിൻ്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം. പല്ലിൻ്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കാൽസ്യം. കാൽസ്യം, അതെ, ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ചോദ്യം, സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിൻ്റെ സംരക്ഷണമാണ്? സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗം എന്താണ്? കുറവാണല്ലോ. അതിൻ്റെ കാരണം ഏതോ ഒരു ഹോർമോൺ കാണപ്പെടുന്നുണ്ട്. അതേതാണ്? അതെ, ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ. ശരി, അടുത്ത ചോദ്യം, ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം. മനസ്സിലായോ? ഹൃദയം പൂർണ്ണമായും വികസിക്കുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും? രക്തം പ്രവേശിക്കും. അപ്പം നമ്മുടെ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദത്തിനെയാണ് എന്ത് പറയുക? സിസ്റ്റോളിയാണോ ഡയസ്റ്റോളിയാണോ? അതെ, ഡയസ്റ്റോളിക് പ്രഷറാണ്. ഡയസ്റ്റോളിക് പ്രഷർ. സാധാരണഗതിയിൽ 80 മില്ലിമീറ്റർ മെർക്കുറിയാണ് വരുന്നത് ഡയസ്റ്റോളിക് പ്രഷർ. അടുത്ത ചോദ്യം, ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏത്? ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന എക്കോകാർഡിയോഗ്രാം. അടുത്തത്, ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഏതാണ്? ഇടതാണോ വലതാണോ? ഇടത്. ഇടത് എന്താണ്? ഇടത് ഏട്രിയമാണ്. ഇടത് ഏട്രിയം. അടുത്ത ചോദ്യം, മനുഷ്യഹൃദയത്തിൻ്റെ അറകളായ ഇടത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിൻ്റെ പേരെന്താണ്? ശ്രദ്ധിച്ച് വായിച്ചിട്ട് എഴുതിയാൽ മതി. മനുഷ്യഹൃദയത്തിൻ്റെ അറകളായിട്ടുള്ള ഇടത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിൻ്റെ പേര് അതേതാണ്? ദ്വിദള വാൽവാണ്. ദ്വിദള വാൽവാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിൽ കാണപ്പെടുന്നത് ഏത് വാൽവാണ്? അതെ, ബൈക്കസ്പിഡ് വാൽവാണ്. ബൈക്കസ്പിഡ് വാൽവ്. ശരി, അടുത്ത ചോദ്യം, ഷോക്കേറ്റ ആളിൻ്റെ ശരീരം അമർത്തി തടവുകയും തിരുമ്മുകയും ചെയ്യുന്നത് എന്തിനാണ്? ഇത് നമ്മൾ ഫിസിക്സിലും പഠിക്കുന്നുണ്ട്. നമ്മൾ ചൂടാക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ അമർത്തി തടവുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? രക്തത്തിൻ്റെ ഏതോ ഒരു ഇതാണ്, രക്തത്തിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യാനാ? കൂട്ടാനോ കുറയ്ക്കാനോ? കുറയ്ക്കുന്നതിന്. എന്നാലല്ലേ രക്തം ഒഴുകുള്ളൂ. രക്തത്തിൻ്റെ, അതായത് വിസ്കോസിറ്റി
കുറയ്ക്കുന്നതാണ്, കുറയ്ക്കുന്നതിന് കേട്ടോ, കുറയ്ക്കുന്നതിനാണ്. ഓക്കെ. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണുവാണ്, RBC ആണ്. ഓക്കെ. അടുത്തത്, ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? കുറയുന്നു. ഓക്കെ. അടുത്തത്, രക്തം കട്ടപിടിക്കാൻ സഹായകമായ രക്തകോശം. രക്തം കട്ടപിടിക്കാൻ സഹായകമായ രക്തകോശം ഏതാണ്? അതെ, പ്ലേറ്റ്ലെറ്റുകളാണ്. അടുത്തത്, രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഘനീഭവിക്കാൻ സഹായിക്കുന്നത് കൊയാഗുലൻസ് എന്ന് പറയും. കൊയാഗുലന്റുകളാണ് ശരിയായത്. അടുത്തത്, രക്തം കട്ടപിടിക്കലിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ. രക്തം കട്ടപിടിക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താ തിരിച്ചു പറഞ്ഞാൽ മതി? എന്താണ്? ആൻറ്റി കൊയാഗുലന്റുകൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? എൻസൈമാണ് ചോദിച്ചത്. ഏതാണ്? ത്രോംബോകൈനേസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സ്വീകർത്താവാണ്. AB ആണോ O ആണോ? സ്വീകർത്താവാണെങ്കിൽ AB ഗ്രൂപ്പാണ് വരിക, AB ഗ്രൂപ്പ്. അടുത്തത്, ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം. ശവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഏതാണ്? അതെ, പ്ലീഹ അല്ലേ? പ്ലീഹയാണ് ആൻസർ. അടുത്തത്, ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം. ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് WBC ആണ് ഓർമ്മ വരിക. അതിൽ തന്നെ ഏതാണ്? ലിംഫോസൈറ്റാണ് എന്തിനു സഹായിക്കുന്നത്? ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥ പോളിസൈത്തീമിയ. അടുത്തത്, ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും, ബാക്കി ഇവിടെയാണ്, ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? 70 milliliter ആണ്. 70 milliliter. അപ്പോൾ നമുക്ക് നിർത്തിയാലോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ, എനിക്കറിയാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പം എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് തൊഴിൽ വാർത്തയിൽ വരുന്ന ഒരു ക്രാഷ് കോഴ്സാണ്, LDCൻ്റെ ആണ്. നമുക്ക് സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പം ഇതൊരുവിധം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ ആഴ്ചയിലാണ്, ഈ ആഴ്ച ഫിസിക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കങ്ങനെ നോക്കണമെങ്കിൽ നോക്കാം. ഇത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ റിവിഷൻ ചെയ്ത് കഴിയും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിരിക്കും. SCRT ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം നമുക്കിനി ബാക്കി വായിക്കണമെങ്കിൽ വായിക്കാം. ഇതുവരെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പോലെയാണല്ലോ ചെയ്തത്. ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഇതിൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത്. കാരണം എല്ലാവരും റിവിഷൻ സ്റ്റേജിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കാനാണ് ഞാനിത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ടെൻഷനൊന്നും വേണ്ട. കൂളായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് എന്താണോ അറിയുന്നത് അത് എഴുതിയിട്ട് വരാം, അത്ര മതി. ഓക്കെ, ശരി, താങ്ക് യു.